أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സുഫ ദർസിൽ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുൽ കിറാമിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സംഭവം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ ബി മഖ്ബറത്തിൻ, ഒരു മഖ്ബറയുടെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ ഫനാദ റജുലൻ മിൻഹും, ആ മഖ്ബറയിൽ മറവ് ചെയ്യപ്പെട്ട ഒരു മയ്യത്തിനെ, ഒരു കബറാളിയെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു. ഫഅഹ്യാഹു അല്ലാഹു, അല്ലാഹു ആ മനുഷ്യന് ജീവൻ കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മരിച്ചവർക്ക് ജീവൻ കൊടുക്കാനുള്ളൊരു മുഅ്ജിസത്ത്, ഒരു അമാനുഷികത, ഒരു അസാധാരണ കഴിവ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്നു. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യനെ വിളിച്ചപ്പോൾ ആ മരിച്ച മനുഷ്യൻ ജീവിക്കുകയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി അഭിമുഖീകരിക്കുകയും സംഭാഷണം നടത്തുകയൊക്കെ ചെയ്തു. ഫഖാല ലഹു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യനോട് ചോദിച്ചു, മൻ അന്ത, നീയാര? ഫഖാല, മനുഷ്യൻ പറഞ്ഞു, കുന്തു ഹമ്മാലൻ അൻഖുലു ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി വസ്തുക്കൾ, ചരക്കുകൾ, അവരുടെ ആവശ്യ വസ്തുക്കൾ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു ഞാൻ. അങ്ങനെ ഫനഖൽതു യൗമൻ ലിഇൻസാനിൻ ഹതബൻ, ഒരു ദിവസം ഒരാൾക്ക് വേണ്ടി ഞാൻ വിറക് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ വകസർതു മിൻഹു ഖിലാലൻ തഖല്ലൽതു ബിഹി, ആ വിറകിൽ നിന്നും എന്നെ നിശ്ചിത സ്ഥലത്ത് കൂലിക്ക് വേണ്ടി എത്തിക്കാൻ വേണ്ടി ഏൽപ്പിച്ച വിറകിൽ നിന്നും ചെറിയ ഒരു കഷ്ണം പല്ലുകുത്തി, അത്രയും വലുപ്പമുള്ള വിറകിൽ നിന്നും ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ പല്ലുകുത്തി. തഖല്ലൽതു ബിഹി, അതുകൊണ്ട് ഞാൻ പല്ലുകുത്തി. ആയതുകൊണ്ട് അന മുതാലബും ബിഹി മുദ്മിത്തു, മരിച്ചത് മുതൽ ഇന്നേ വരെ ആ വിഷയത്തിൽ ഞാൻ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷയത്തിൽ അള്ളാഹു എന്നെ വളരെ കർശനമായി വിചാരണ ചെയ്യുകയാണ് എന്ന് ആ മനുഷ്യൻ പറയുകയുണ്ടായി. ഒരു വിറകിൽ നിന്നും, അന്യന്റെ വിറകിൽ നിന്നും പല്ലുകുത്താൻ ചെറിയ ഒരു പല്ലുകുത്തി സമ്മതമില്ലാതെ എടുത്തതിൻ്റെ പേരിൽ ഈ സംഭവം നമ്മുടെ ഓരോരുത്തരുടെയും മനസാന്തരങ്ങളെ പിടിച്ചു കുലുക്കണം. ബിസിനസ് സംബന്ധമായിട്ടും അല്ലാതെയും, മുതലാളിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും, തൊഴിലാളിയുടെ നിശ്ചിതമായ വേതനത്തിൽ നിന്നാണെങ്കിലും, അല്ലാത്തവരാണെങ്കിലും അന്യരുടേത് അന്യായമായി ഒന്നും അപഹരിക്കുന്ന, കൈവശപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവാൻ വേണ്ടി പാടില്ല. ദുനിയാവിൽ അള്ളാഹുവിന് എത്ര ഇബാദത്ത് ചെയ്യുന്നവരാണ് എങ്കിലും, എത്ര അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിലും, സൂക്ഷ്മ ജീവിതം നയിക്കുന്നവരാണെങ്കിലും വളരെ നിസാരമാണെന്ന് നാം മനസ്സിലാക്കി അന്യന്റെ ഒരു 25 പൈസയാണെങ്കിലും, അല്ലെങ്കിൽ അന്യന്റെ സമ്മതമില്ലാത്ത ചെറിയൊരു ഈർക്കിലിയാണെങ്കിലും അത് നാം അവരുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തിയതിൻ്റെ പേരിൽ ആഖിറത്തിൽ വലിയ ശിക്ഷ അല്ലെങ്കിൽ വലിയ വിചാരണക്ക് നാം വിധേയരാവേണ്ടി വരും. ആയതുകൊണ്ട് ഒരു കാരണവശാലും അന്യരുടേത് അന്യായമായി നാം ഒരിക്കലും കൈവശപ്പെടുത്താൻ വേണ്ടി പാടില്ല. മുതലാളികൾ കൃത്യമായി തൊഴിലാളികൾക്ക് അവർക്ക് അർഹതപ്പെട്ടത് മുഴുവനും കൊടുക്കണം. ഒരിക്കലും ഒരു തൊഴിലാളി മുതലാളി അറിയാതെ അവനിൽ നിന്നും അവനെ വഞ്ചിച്ചു കൊണ്ടൊന്നും കൈവശപ്പെടുത്തുന്നതുണ്ടാവാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ കടം വാങ്ങിയിട്ട് കൊടുക്കാനുള്ള കഴിവുണ്ടായിട്ടും അതിങ്ങനെ കൊടുക്കാതെ ആ കടക്കാരനെ അല്ലെങ്കിൽ ആരിൽ നിന്നാണോ കടം വാങ്ങിയത് അവരെ കഷ്ടപ്പെടുത്തുന്ന സ്വഭാവം അതൊരു ഹോബിയായി വിനോദമാക്കിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. അതൊന്നും ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. അത് നമുക്ക് ആഖിറത്തിൽ കനത്ത തിരിച്ചടിയും ശിക്ഷയും നേരിടാൻ കാരണമാവും. ഈ ഒരു വിഷയം എല്ലാവരും ഗൗരവത്തിലെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പരിപൂർണമായി സൂക്ഷിച്ച് സൂക്ഷ്മ ജീവിതം നയിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.